നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. കുറേ നാളായി മനസ്സ് ഒരു കാര്യം പറയുകയാണ് എന്നോട്. ഞാനത് നിങ്ങളോട് പറയുന്നു. ദയവായി നല്ല അർത്ഥത്തിലേ എടുക്കാവൂ. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ മன்னிച്ചിടുങ്കോ എന്ന് മാത്രമേ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളൂ. മലയാള സിനിമയിൽ വർത്തമാനകാല മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന ആളാണ് നമ്മുടെ മധു സാർ. 4-5 വർഷമായി അദ്ദേഹം പുറത്തു പോകുന്നത് കുറച്ചിരിക്കുകയാണ് എന്നല്ല, ഒഴിവാക്കിയിരിക്കുന്നു. എന്നെ നോക്കി കഷ്ടം കൂറുന്നത് എനിക്കിഷ്ടമല്ല എന്നാണ് മധു സാർ എന്നോട് പറഞ്ഞത്. എനിക്കത് ഇഷ്ടമല്ല ദിനേശ്. ഞാൻ വാക്കറൂന്നി ആളുകളുടെ മുന്നിലൂടെ സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ അയ്യോ ഇങ്ങനെ ആയ എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. വീട്ടിൽ ഒതുങ്ങി കൂടുന്നതിന് മുമ്പ് കേരളത്തിൽ എവിടെ എന്തിനു വിളിച്ചാലും വലിപ്പച്ചെറുപ്പം നോക്കാതെ അദ്ദേഹം പോകുമായിരുന്നു. കാസർഗോഡൊക്കെ പോയിട്ടുണ്ട് ഉദ്ഘാടനത്തിന്. കാശ് മോഹിച്ചിട്ടല്ല. ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു 100-400 രൂപ കൊടുത്തൊരു നേരിയതും വാങ്ങിച്ചുകൊണ്ട് കറാൾക്കടയിൽ ചെന്നൊരു നേരിയത്, കറാൾക്കടയിൽ നിന്നായിരിക്കില്ല, കള്ളക്കസവായിരിക്കും. 100-250 രൂപ കൊടുത്തൊരു കസവ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പോത്തീസിലൊക്കെ കിട്ടുന്ന ഒരു പട്ട് തുണി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് വാങ്ങിച്ചോണ്ട് ഏതെങ്കിലും ഒരു കടലാസ് സംഘടന മധുസാറിൻ്റെ വീട്ടിൽ ചെല്ലും. ഒരു 10-15 പേര് അദ്ദേഹത്തിനെ ആദരിക്കാനാണ് ചെല്ലണം. ഈ കൂറ നേരിയതും കൊണ്ടാണ് ചെല്ലുന്നത് ആദരിക്കാൻ. ഏത് സംഘടന എന്ത് സംഘടന ഒന്നും മധുസാർ അന്വേഷിക്കില്ല. ഉച്ചയ്ക്ക് ശേഷം ചെന്നാൽ ആര് ചെന്നാലും അദ്ദേഹത്തെ കാണാം. ഉച്ചവരെ കാണാൻ പറ്റില്ല. 12 മണിക്കല്ലേ സാർ എണീക്കൂ. എന്നിട്ട് അവന്മാരെല്ലാം വളഞ്ഞു നിന്ന് കുറേ ഫോണിൽ ഫോട്ടോ എടുത്തോണ്ട് പോകും. സംതൃപ്തരായ പോകും. എനിക്ക് തോന്നുന്നു സാറിൻ്റെ വീട്ടിലെ അലമാരയൊക്കെ നിറഞ്ഞു കാണും ഈ നേരിയത് കൊണ്ട്. അതിൽ ഏറ്റവും ക്രൂരത എന്താണെന്ന് ചോദിച്ചാൽ, ചില പൊട്ട കവികൾ സാറിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് കർണകഠോരമായി തൻ്റെ സ്വന്തം കവിത അങ്ങ് ചൊല്ലും. സാറ് നിസ്സംഗനായി മിണ്ടാതിരിക്കും. പഴയ കാലത്തായിട്ടായിരുന്നു ഒരൊറ്റ അടി വെച്ച് കൊടുത്തത്. എന്നിട്ട് സാറിന് ഒരു 4 പൊക്കും. സാറ് പൊങ്ങൂല എന്ന് നമുക്കല്ലേ അറിയാവൂ. സാറ് ഇതിലൊന്നും വീഴുന്ന ആളല്ലെന്നേ. ഈ പറഞ്ഞ പോലെ ഫോണിൽ ഫോട്ടോയും പിടിക്കും, പോവും. എന്തിനാണ് ഇങ്ങനെ ആ വലിയ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊല്ലാക്കൊല നടത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതേ ദുർഗതിയാണ് നമ്മുടെ ശ്രീനിവാസൻ. നല്ല കാലത്ത് ഇത്തരം ദുര്യോഗങ്ങൾക്കൊന്നും വഴങ്ങാത്ത ആളായിരുന്നു ശ്രീനിച്ചേട്ടൻ. നല്ല പ്രായത്തിൽ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിട്ട് സിനിമാ ഭാരം ഒന്നുമില്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യനെ ഇപ്പോൾ ചില ചാനലുകാർ വേഷം കെട്ടിച്ച്, ശരിക്കും വിഡ്ഢിവേഷങ്ങൾ കെട്ടിച്ച് ചാനൽ പ്രോഗ്രാമുകളിൽ കൊണ്ടുവന്ന് ഇരുത്തി അദ്ദേഹത്തിൻ്റെ വില കളയുന്നു. വിമല ടീച്ചറെങ്കിലും ഇതിനൊന്നും കൂട്ടു നിൽക്കരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഫൈറ്റ് ചെയ്ത് സ്വന്തമായൊരു വഴിവെട്ടി വിജയശ്രീ ലാളിതനായ ആളാണല്ലോ ക്ഷീണിച്ചേട്ടൻ. ഇനി കുറച്ച് നാൾ മാന്യമായി മരുന്നും കഴിച്ച് ഭക്ഷണവും കഴിച്ച് കൃത്യമായി വിശ്രമിക്കട്ടെ ആ മനുഷ്യൻ. ചിലപ്പോൾ നിനക്കിതൊക്കെ പറയാം, കുറച്ച് കാശ് ചാനലുകാർ നൽകുന്നുണ്ട്, ആ ഒരൊറ്റ ഓഫറിലാണ് പൊതുജന മധ്യത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ ഞങ്ങൾ വിഡ്ഢിവേഷം കെട്ടി കൊണ്ടിരുത്തുന്നത് എന്നായിരിക്കും ഈ ചാനൽ മുതലാളിമാർ പറയാൻ പോകുന്ന ന്യായം. സത്യേട്ടനെങ്കിലും നമ്മുടെ സത്യനന്ദിക്കാടെങ്കിലും ഇക്കാര്യം പറഞ്ഞ് ഷീനിച്ചേട്ടൻ്റെ ഇങ്ങനെയുള്ളതിനൊന്നും കോപ്പറേറ്റീവൊന്നും പോകരുത് എന്ന് തടയിടും എന്നാണ് ഞാൻ കരുതിയത്. ഇങ്ങനെ പരിഹാസ്യനാക്കരുത് ആ വലിയ മനുഷ്യനെ എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നമസ്കാരം. സിനിമാ വാരഫലത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സംഭവ ബഹുലമാണ് ഈ ആഴ്ച. നമ്മുടെ നാടിൻ്റെ ഗതികേട് ഒന്ന് നോക്കിയേ എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.
അടിയന്തരാവസ്ഥയെ നാണിപ്പിക്കുന്ന ചെയ്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ഭരിക്കുന്നവന്മാരുടെ അപ്പനപ്പൂപ്പന്മാർ അടിയന്തരാവസ്ഥയുടെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചവരാണ്, ജയിലഴിക്കുള്ളിൽ കിടന്നവരാണ്. അന്ന് അവർ അനുഭവിച്ച ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവന്മാർ ഭരണാധികാരികളായി അനുഭവിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥയെ നാണിപ്പിക്കുന്ന പണികൾ യവന്മാർ ചെയ്യില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ധ്വജം എന്നോ ബീഫ് എന്നോ ലവ് ജിഹാദ് എന്നോ പറഞ്ഞാൽ തീരുന്നതാണോ ഇന്ത്യയുടെ സംസ്കാരം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ പാർട്ടിയുടെ സിദ്ധാന്തം തൊലഞ്ഞു പോകുന്നതാണോ ഈ 3 വാക്കുകൾ കേട്ടാൽ? എന്തായാലും ഇന്ദിരാഗാന്ധി ഇത്തരം ചെറ്റത്തരങ്ങളല്ല അടിയന്തരാവസ്ഥ കാലത്ത് കാണിച്ചു കൂട്ടിയത്. അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയും ഇത്തരം ചെറ്റത്തരങ്ങൾ ഒന്നും കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നോക്കിയേ, ഹാൽ എന്ന ഷൈൻ നിഗത്തിൻ്റെ സിനിമയുടെ ഒരു ഗതികേട്, ധ്വജ പ്രണാമം, ബീഫ് ബിരിയാണി എന്നൊന്നും സിനിമയിൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു സെൻസർ ബോർഡ്. 2 മതത്തിൽപ്പെട്ടവർ വിവാഹിതർ ആകുന്നതോ പ്രേമിക്കുന്നതോ കാണിച്ചാൽ സമുദായ സ്പർദ്ധയുണ്ടാകും എന്നാണ് സെൻസർ ബോർഡ് ഏമാന്മാർ, കിഴങ്ങന്മാർ പറയുന്നത്. നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് കേട്ട ജഡ്ജി സിനിമ കണ്ടു. അദ്ദേഹം സെൻസർ ബോർഡിനെ എടുത്തങ്ങ് ഉടുത്തു. ഒരു കൂസലും സെൻസർ ബോർഡിൻ്റെ ഒരുത്തനും ഇല്ല. നല്ല തൊലിക്കെട്ടിയുള്ളവന്മാരാ. മേളിൽ പിടിയുണ്ട് എന്നുള്ള ഹൂങ്കാവാം. ആ ജഡ്ജി, ഞങ്ങൾക്ക് മേളിൽ പിടിയുണ്ടറാ, പ്രതാപേന്ദ്രൻ CBI വിളിച്ചതുപോലെ. മനസ്സിലങ്ങനെ ആയിരിക്കും അവന്മാർ വിചാരിക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലേ, മുകളിൽ പിടിയുള്ളതുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നല്ലേ ഇവിടെ. ഏതടിച്ചാലും ഏതിൽ ഞെക്കിയാലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഇതിൽ വോട്ട് വീഴും. ധ്വജ പ്രണാമത്തിലെ ധ്വജവും മതവിവാഹ കണക്ക് പറയുന്നത് മ്യൂട്ട് ചെയ്തു. സർട്ടിഫിക്കറ്റ് നൽകിക്കൊള്ളാൻ കോടതി സെൻസർ ബോർഡിനോട് പറഞ്ഞു. 2 വെട്ട് അതുപോരെന്ന് സെൻസർ ബോർഡ്. ആ 2 വെട്ടിന് പോലും ഞങ്ങളില്ല എന്ന് നിർമ്മാതാക്കൾ. അവരുടെ വക്കീലിനെ തന്നെ അങ്ങ് മാറ്റി. കാരണം വക്കീലാണ് ചെന്ന് പറഞ്ഞു കൊടുത്തത് ഇത് 2 വേണമെങ്കിൽ ഞങ്ങൾ സമ്മതമാണെന്ന്. നിർമ്മാതാവിൻ്റെ ചോദിക്കാതെ വക്കീൽ കയറിയൊക്കെ പറഞ്ഞു. ഹൈക്കോടതിയിലെ ഫുൾ കോർട്ടിനോ മറ്റോ പുതിയ പരാതി കൊടുക്കാൻ പോവുകയാണ് ഹാൽ സിനിമയുടെ നിർമ്മാതാക്കൾ. കേന്ദ്രം ഭരിക്കുന്നവരുടെ പിന്നാലെ നൈറ്റി ഇട്ടവന്മാരും ഇറങ്ങിയിരിക്കുകയാണ്. നിർബന്ധ മതപരിവർത്തനത്തെ സിനിമയിൽ സാധാരണ കാര്യമായി അവതരിപ്പിക്കുന്നു എന്നാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ വാദം. തിയേറ്ററിൽ എത്തിയിട്ടില്ലാത്ത ഹാൽ സിനിമയിൽ എന്തൊക്കെ വിഷയങ്ങൾ പറയുന്നുവെന്ന് യവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി എന്നതാണ് ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം. അളിയനോ ആയി കാണും. നിങ്ങൾ ഇടപെടണം കേട്ടാ, ഞങ്ങളെന്തായാലും സെൻസർ ബോർഡ് ആളുകളെ കൊണ്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ കൂടെ ഇറങ്ങിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ്സുകാരൻ്റെ പറഞ്ഞാണ്. അല്ലെങ്കിൽ പടം റിലീസ് ചെയ്യാതെ അതിനകത്തുള്ള വിഷയം എന്താണെന്ന് യവന്മാർ പറഞ്ഞേ. എങ്ങനെ സെൻസർ ബോർഡിൽ മുണ്ണകളെ മാത്രം എടുക്കുന്നത് എന്തുകൊണ്ടാവാം? നമ്മുടെ നാടിനെ താറടിക്കുന്ന കേരള സ്റ്റോറിക്ക് ഒരു വെട്ടും കുത്തുമില്ലാതെ കേരളത്തിൽ തിയേറ്ററിൽ വരാൻ ഒരു കുഴപ്പമില്ല. ബീഫ് ബിരിയാണി എന്ന് പറയാൻ പാടില്ല, പറഞ്ഞാൽ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. സിനിമാക്കാരായ സുനേഷ് ഗോപിയും നിർമ്മാതാവായ സുരേഷ് കുമാറുമുള്ള ഒരു പാർട്ടിയിൽ നിന്നും സെൻസർ ബോർഡിൽ വന്ന മോഴകൾ കാണിക്കുന്ന വിക്രികളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അനുഭവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാം. അടുത്ത കഥ. ഞാൻ ഫെഫ്കിയിൽ നിന്ന് രാജിവെച്ച കാരണം നമ്മുടെ ചാനലിലോ എന്നെ ഇൻ്റർവ്യൂ ചെയ്തവരോടോ പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്ത് ഒരൊറ്റ എംബോക്കിയേ ഉള്ളൂ, തനിക്ക് ഇഷ്ടമില്ലാത്ത, തന്നെ വകവയ്ക്കാത്ത, തനിക്ക് തോന്നുന്നത് ചെയ്യാൻ സമ്മതിക്കാത്തവരെ പറ്റി തെറിക്കത്ത് എഴുതുക, ഊമക്കത്ത്. സിനിമാക്കാർക്കാകെ ഊമക്കത്ത് അയക്കുന്നവനാണ് ഈ തെമ്മാടി. സഹപ്രവർത്തകരെ പറ്റി പാതിരാത്രിയൊക്കെ വീടുകളിൽ വിളിച്ച് തെറി പറയുക, വീടിന് മുന്നിൽ ഗേറ്റിൽ വ്യാജ പോസ്റ്റർ ഒട്ടിക്കുക തുടങ്ങിയ ഹീനമായ കലാപരിപാടികൾ ചെയ്യുന്ന
മനസ്സിൽ കുഷ്ഠം പിടിച്ച ഒരേ ഒരുത്തനെ മലയാള സിനിമയിലുള്ളൂ. ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നു, എന്നെ ഒട്ടും താല്പര്യമില്ലാത്ത ആലപ്പി അഷറഫിനെ കാണുമ്പോൾ നിങ്ങൾ തിരക്കി നോക്കൂ. അദ്ദേഹം ഈ ദ്രോഹിയുടെ ചെയ്തികളിൽ വേദന അനുഭവിച്ച ആളാണ്. മാറ്റിക്ക് ബദൽ എന്ന പേരിൽ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി മെറിലാൻഡിൻ്റെ അവിടെ ഒരു മുറിയും എടുത്ത് ആയിരങ്ങൾ പുട്ടടിച്ച മഹാനാണ് ഈ വ്യാജക്കത്ത് അയക്കുന്നവൻ. ഞാൻ ചെയ്ത ഒരു തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബോറന് മാറ്റിയുടെ അംഗത്വ ഫോം അയാളുടെ വീട്ടിലെത്തിച്ച് പൂരിപ്പിച്ച് അംഗത്വം വാങ്ങിക്കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത ഏക തെറ്റ്. ഫിലിം ഫെസ്റ്റിവലിന് ഒരു ദിവസം മാറ്റ് നടത്തുന്ന ഡിന്നർ ഉണ്ടാവും. ഒരു വർഷത്തെ ചുമതല, ഈ ഡിന്നറിൻ്റെ ചുമതല എനിക്കായിരുന്നു. ഡിന്നർ തുടങ്ങിയപ്പോൾ മുന്തിയ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഈ മഹാൻ ഖദർധാരികളായ 4 പേരുമായിട്ട് വന്നു. ഞാൻ അവരെ കടത്തിവിട്ടില്ല. അംഗത്വമുള്ളവർക്കും ക്ഷണക്കത്ത് കൊടുത്തവർക്കും മാത്രമേ പ്രവേശനമുള്ളൂ. അന്നത്തെ കാലത്ത് ഒരു തലയ്ക്ക് മദ്യമടക്കം 850 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, അത് നടക്കില്ല. അന്ന് എന്നെ വലിയ കാര്യമായിരുന്നു. ഈ വന്ന 3 പേരെ കയറ്റിവിടാൻ പറ്റില്ല, താങ്കൾ കയറിക്കോ. അപ്പോൾ ഇയാൾ അവിടെ കിടന്ന് ഭയങ്കര അട്ടഹാസം നടത്തിയിട്ട് ഇറങ്ങിപ്പോയി. അന്ന് മുതൽ ഈ മഹാൻ്റെ ശത്രുവായി എന്നെ പ്രഖ്യാപിച്ചു. പക്ഷേ മറ്റുള്ളവരോട് കാട്ടുന്ന ഊമക്കത്തയക്കൽ, ഊമ ഫോൺ വിളി, പോസ്റ്റർ ഒട്ടിക്കൽ മുതലായ ഒരു കാര്യവും എന്നോട് നടത്തിയിട്ടില്ല. അതിനാൽ അത് വിറ്റുപോകില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും അത് ചെയ്തില്ല. മാക്റ്റയെ വിട്ട് ഫിഫ്ക ട്രേഡ് യൂണിയൻ ഉണ്ടായല്ലോ. അപ്പോൾ ഫിഫ്കയുടെ തലവനെയും വെറുതെ വിട്ടില്ല ഈ മഹാൻ, ഈ ഊമക്കത്ത് രാജാവ്. എല്ലാത്തിലും വളം വെച്ച് കൊടുക്കുന്ന പഴയ നേതാവുണ്ടല്ലോ, റോസ് പൗഡറും ബിഗോ കോച്ച്, അയാളെയും ഈ ദ്രോഹി വെറുതെ വിട്ടില്ല. പിണങ്ങിയപ്പോൾ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാക്കാത്തതുണ്ട്, അയാളെയും വെറുതെ വിട്ടില്ല. ഇങ്ങനെ പോകുമ്പോഴാണ് സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ ഞാനൊരു ഡയറക്ടറാവുന്നത്. ഈ തെമ്മാടി സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഒരു ഊമക്കത്തയച്ചു. പിണറായിയുടെ ചെരുപ്പ് നക്കലടക്കം ചെയ്താണ് ഞാൻ ഡയറക്ടറായത് എന്നാണ് കത്ത്. ഞാൻ ഈ ക്യാമറ മുന്നിലിരിക്കുന്ന ഈ നിമിഷം വരെ പിണറായിയെ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ അയാളുടെ ചെരുപ്പ് നക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. കത്ത് സെക്രട്ടറിക്കാണ് അയച്ചതെങ്കിലും ചെയർമാനായിരിക്കുന്ന പി ശ്രീകുമാറിൻ്റെ കയ്യിലാണ് അത് കിട്ടിയത്. ശ്രീകുമാരൻ ചേട്ടൻ ആ കത്ത് എനിക്ക് കൈമാറി. നീ ഫെഫ്കയിൽ ഈ വിഷയം അവതരിപ്പിച്ച് യവനെതിരെ നടപടി എടുക്കണമെന്ന് ശ്രീകുമാരൻ ചേട്ടൻ പറയുന്നു. ഞാനത് ചെയ്തു. നാളത്തെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ജനറൽ ബോഡിയിൽ ഈ വിഷയം ആദ്യമെടുത്ത് ചർച്ച ചെയ്ത് യവനെ പുറത്താക്കിയിട്ട് ജനറൽ ബോഡി തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നു. സിബിമലയിലെ കമൽ, ബി ഉണ്ണികൃഷ്ണൻ, സിദ്ദിഖ് എന്നിവരാണ് തീരുമാനമെടുത്തത്. രാത്രി വീണ്ടും ബി ഉണ്ണികൃഷ്ണൻ എൻ്റെ മുറിയിലേക്ക് വരുന്നു. ഇനിയിപ്പം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേസ് കൊടുത്ത് കളയുമെന്ന് എനിക്കറിയണ്ട. ഇപ്പം എൻ്റെ പേരിൽ മാനേഷ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതും കൂടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്തു കളയോ. നാളെ അവനെ ഒതുക്കണം ദിനേശേ എന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോകുന്നു. നാളെ അവനെ ഉറക്കുന്ന രംഗം സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങി. ജനറൽ ബോഡിയിൽ ഈ വിഷയം ആദ്യം എടുത്തില്ല എന്ന് മാത്രമല്ല, രഞ്ജി പണിക്കരെ ഇറക്കി ഈ വിഷയത്തെ വഴിമാറ്റി വിട്ടു. അന്ന് ഞാൻ അപ്പം തന്നെ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. എനിക്ക് 2 വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ മൈക്ക് തരില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം 2 മിനിറ്റ് എനിക്ക് അനുവദിച്ചു. ഞാൻ 2 മിനിറ്റ് ഒന്നും എടുത്തില്ല, 10 സെക്കൻഡ് പോലും എടുത്തില്ല. ഞാൻ പറഞ്ഞു, എന്നെ വിശ്വാസമില്ലാത്ത, ന്യായമായ ഒരു പരാതി ചർച്ച ചെയ്യാത്ത ഈ സംഘടനയിൽ ഇനി ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുമ്പോൾ ഫിഫ്കയുടെ കാർഡ് തിരിച്ചു കൊടുത്താൽ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടും. പോടാവില്ല, നിൻ്റെ 1 ലക്ഷം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങിയെങ്കിൽ പോയി. അവിടുന്ന് ഫിഫ്കയുടെ തലവൻ ഇവിടെ ഒരു നല്ല കളി കളിച്ചു. ദിനേശ് ഇല്ലല്ലോ. ഈ ഊമക്കത്ത് എഴുതുന്നവനെ ഫിഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ എക്സിക്യൂട്ടീവിലേക്ക് എടുത്തു. 3 വർഷം കഴിഞ്ഞപ്പോൾ അവനെ അടുത്ത ടൈമിൽ വൈസ് പ്രസിഡൻറ്റും ആക്കി. ഇതിന് ഈ ഫിഫ്കയുടെ തലവനെന്ന് പറഞ്ഞ ബോറൻ പറഞ്ഞ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീട്ടിലെങ്കിലും ഊമക്കത്തും ഊമഫോണും വരില്ലല്ലോ ഇനി എന്നായിരുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് അദ്ദേഹം എടുത്ത നിലപാടിൻ്റെ കാരണം. ഇനി എൻ്റെ വീട്ടിൽ വിളിക്കില്ലല്ലോ, ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോഴേ എൻ്റെ വീട്ടിൽ വിളിക്കില്ല.
പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഊമകത്തും വരില്ല. അതിനുവേണ്ടി ഞാൻ അവനെ എക്സിക്യൂട്ടീവ് ആക്കി, പിന്നെ വൈസ് പ്രസിഡൻ്റ് ആക്കി. ഇത്തരം ഒരു കളി കളിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പോകാൻ പാടില്ല എന്ന് പറയാനാണ് ഞാൻ ഇത്രയും വിശാലമായി ഈ ദ്രോഹിയെപ്പറ്റി പറഞ്ഞത്. ഒരു ഫിഫ്കയുടെ നേതാവാകരുത് മമ്മൂക്ക. പക്ഷേ ചില സമയത്ത് നിങ്ങളുടെ നിലപാടുകൾ ഈ വിധത്തിൽ ആയി പോകുന്നു എന്നാണ് എനിക്ക് മമ്മൂക്കയോട് പറയാനുള്ളത്. സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വർഷങ്ങളോളം അധിക്ഷേപിച്ചു മാത്രം പേരെടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞ റോസ് ബോർഡറും വിഗും ഉണ്ട കണ്ണുമൊക്കെ വെച്ച് ഉരുട്ടി മലയാള സിനിമയിലെ ഏറ്റവും നീതിമാനായി സംസാരിക്കുന്ന സംവിധായകനോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല സിനിമാ സമൂഹത്തിന്. അത്രയും ഹീനമായ കളി കളിച്ചവനാണ് അയാൾ. അയാൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ എടുത്തപ്പോൾ പാച്ചുവും ഗോപാലനും പോലെ മമ്മൂട്ടിയും മോഹൻലാലും ചെന്ന് ഒരുത്തൻ പടം തുടങ്ങുന്നിടത്തും ഒരുത്തൻ പടം തീരുന്നിടത്തും വാഴ്ത്തുപാട്ട് സൗജന്യമായി ചെയ്തു കൊടുത്തു. ഇനി അത് നിർമ്മിച്ചത് മറ്റേ ചെട്ടി കമ്പനി മുതലാളി ആയതുകൊണ്ടാണെന്ന് എനിക്കറിയണ്ട. എന്തായാലും പോകാൻ പാടില്ലായിരുന്നു. മലയാള സിനിമാ സമൂഹം മൊത്തം ഇവർക്ക് വേണ്ടി വാദിച്ചപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഏറ്റവും കൂടുതൽ വാദിച്ചിട്ടുണ്ട് ഇവരോട് ഇയാൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തെക്കുറിച്ച്. അതറിഞ്ഞപ്പോൾ എനിക്ക് അയ്യേ ഇവനൊക്കെ ഇത്രയേ ഉള്ളോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാനത് ഒളിച്ചു വയ്ക്കുന്നില്ല. സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമ എടുക്കുന്നവരെ എന്തൊക്കെ തരംതാണ വാക്കുകൾ കൊണ്ട് ഇയാൾ ഫൽസിച്ചിട്ടുണ്ട്. തിലകൻ ചേട്ടനെ കൊണ്ട് എന്തെല്ലാം വിളിപ്പിച്ചു. സുപ്രീം കോടതിയിൽ വരെ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്ത് നാറ്റിച്ചു. എന്നിട്ടും നാണമില്ലാതെ അമ്മയിൽ നിന്ന് 2 പോയി വ്യക്തിത്വം കളഞ്ഞു. ഇപ്പം ഞാനൊരു പടം കണ്ടു, ഒരു ഫോട്ടോ ഇപ്പോൾ കാണിക്കാം ഞാനിവിടെ. മമ്മൂട്ടിയും രേവതിയും കൂടി നിൽക്കുന്നതാണ് സ്റ്റില്ല്. അമ്മയിൽ കലാപമുണ്ടാക്കി പുറത്തുപോയ നേതാവ്, അമ്മയുടെയും ഫെഫ്കയുടെയും നേതാക്കളെ ഒരു പീറ പെണ്ണ് ഊളെ എന്ന് വിളിച്ച് പത്രസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ കൈയടിച്ച ആളാണ് രേവതി. വിസിലടിക്കാൻ അറിയില്ലായിരിക്കും, അതുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അതായത് മമ്മൂട്ടിയും മോഹൻലാലിനെയും സിബി മലയിലിനെയും കമലിനെയും ഉണ്ണികൃഷ്ണനെയൊക്കെ ഊളെ എന്ന് വിളിച്ച ഒരു പീറ പെണ്ണിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് രേവതി. അപ്പോൾ ഈ പെണ്ണുമ്പിള്ള വിളിച്ചപ്പോൾ കൈയടിച്ച, നേരത്തെ ഊള എന്ന് വിളിച്ച പെണ്ണുമ്പിള്ള വിളിച്ചപ്പോൾ കൈയടിച്ച മഹതിയാണ് രേവതി. ഇനി എത്ര കാലം കഴിഞ്ഞാലും അത് മറക്കാൻ പാടില്ല ഫെഫ്കയിലുള്ളവർ അല്ലെങ്കിൽ അമ്മയിലുള്ളവർ. ഞാൻ കൂടുതൽ പറയുന്നില്ല മമ്മൂക്ക. നിങ്ങൾ എന്ത് കോപ്പിലായാലും ശരി, അവരുമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡിയോയിൽ എന്തോ അവരുടെ അടുത്ത് എന്തോ ഒരു വർക്കിൽ ഇദ്ദേഹം സഹകരിക്കുകയായിരിക്കാം. പരമ ബോറായിപ്പോയി എന്ന് ഞാൻ പറയും. അടുത്ത കഥ, പണ്ടുള്ളവർ പറയും അണ്ണാൻ വയസ്സായെന്ന് വെച്ച് മരം കയറ്റം മറക്കുമോ. അതുപോലെ ആന വയസ്സായി നന്നായി മെലിഞ്ഞു എന്ന് കരുതി പശുവിനെ കെട്ടുന്ന തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ എന്നും പണ്ടുള്ളവർ ചോദിക്കുമായിരുന്നു. സ്റ്റൈൽ മന്നൻ രജനീകാന്തും കമൽഹാസനും ഒരു സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു. മാത്രമല്ല കമൽഹാസൻ തന്നെ ആ സിനിമ നിർമ്മിക്കുന്നു എന്ന് കേട്ടപ്പോൾ മേളിൽ പറഞ്ഞ പഴമൊഴികളാണ് ഓർമ്മയിലേക്ക് ഓടി വന്നത്. നടനും സംവിധായകനും ഖുശ്ബുവിൻ്റെ ഭർത്താവുമായ സുന്ദർ സിയാണ് സംവിധാനം ചെയ്യുന്നത് എന്ന വാർത്തയും ഇതിനോടൊപ്പം വന്നിരുന്നു. തലൈവൻ 173 173 എന്നാണ് പടത്തിൻ്റെ പേര്. സുന്ദർ സിയുടെയാണ് കഥയും തിരക്കഥയെന്നും വാർത്തകൾ വന്നു. പൂജയൊക്കെ വന്നു. രജനീകാന്തിനെ നായകനാക്കി ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കോടികളുടെ കളിയാണ് ഇല്ലേ. അദ്ദേഹത്തിന് തന്നെ 150 200 കോടി അദ്ദേഹത്തിന് തന്നെ ശമ്പളം കൊടുക്കണമല്ലോ. കമൽഹാസൻ അഭിനയിക്കുന്ന സിനിമയുടെ സ്ഥിതിയും അതുതന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരുന്ന ഒരു സിനിമയുടെ ചിലവ് പറയണ്ടല്ലോ. പണ്ടേ ദുർബല കൂടെ ഗർഭിണിയെന്ന് പറഞ്ഞ കണക്ക് ഈ ചിത്രം കമൽഹാസൻ തന്നെ നിർമ്മിക്കുക എന്നുകൂടിയാവുമ്പോൾ പിന്നെയും പുലിവാലാകാം. ഇവരെ രണ്ടുപേരെയും ഉൾക്കൊള്ളുന്ന ഒരു കഥയുണ്ടാക്കാൻ അതിലും വലിയ പുലിവാലാകാം. ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ബാലൻസ് ചെയ്യുന്ന സിനിമ ഉണ്ടാക്കാൻ ഹരികൃഷ്ണൻ എടുക്കുമ്പോൾ ഫാസിൽപ്പെട്ട പാട് നമുക്കറിയാം. കേരളത്തിൻ്റെ പകുതിയിൽ നായിക ഹരിയെ കല്യാണം കഴിക്കുകയും മറുപകുതിയിൽ കൃഷ്ണനെ കല്യാണം കഴിക്കുന്ന ക്ലൈമാക്സ് പോലും ഫാസിലിന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ രജനീകാന്ത് ഫാൻസുകാരും കമൽ ഫാൻസുകളും ഈ രണ്ട് ഫാൻസുകളെയും തൃപ്തിപ്പെടുത്തുക എന്നത് വലിയ ഉത്തരവാദിത്വമായിരിക്കും സംവിധായകൻ. രജനിയെ വെച്ചും കമലിനെ വെച്ചും സിനിമകൾ ചെയ്തിട്ടുണ്ട്.
സുന്ദരവേൽ ചിദംബരം എന്ന സുന്ദർ സി. ഇതുപോലെ ഒരവസരം വീണ് കിട്ടുക എന്നതും വലിയ ഭാഗ്യമാണ്. എന്നിട്ടും എന്താണെന്നറിയില്ല, സുന്ദർ സി ആ വികാരം, ആ അവസരം വിട്ടുകളഞ്ഞെങ്കിൽ തക്കതായ കാരണമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. സിനിമ എന്ന ഒറ്റ ചിന്ത മാത്രമുള്ള കമൽഹാസനുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും കഴിയില്ല എന്ന് ശിവാജി ഗണേശനെയും കമൽഹാസനെയും നായകന്മാരാക്കി തേവർ മകൻ എടുക്കാൻ പോയ ഭരതൻ തെളിയിച്ചതാണ്. നമ്മുടെ ഭരതൻ കമൽഹാസൻ്റെ കൈകടത്തൽ കാരണം പാതി വഴിക്ക് ഭരതൻ ഇട്ടെറിഞ്ഞു പോന്നു. പിന്നെ കമൽ തന്നെയാണ് പടം തീർത്തത്. സുന്ദർ സിയും അതൊക്കെ തന്നെയാകാം വിട്ടുപോയത് തുടക്കത്തിലെ തന്നെ. ഞാനാണ് നിർമ്മാതാവ്, രജനിക്ക് ഇഷ്ടപ്പെടുന്ന പടം ചെയ്യും, രജനിക്ക് ഇഷ്ടപ്പെടുന്ന കഥ ലഭിക്കും വരെ അന്വേഷണം തുടരും എന്നാണ് കമൽ പറയുന്നത്. നവംബർ 5 തലൈവൻ 173യുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിൻ്റെ പിന്നാലെയാണ് സുന്ദർ സിയുടെ പിന്മാറ്റം. 2027 പൊങ്കൽ കാലത്ത് റിലീസായി തലൈവർ വരും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. 2027 രജനീകാന്തിനെ വച്ച് അരുണാചലം വലിയ ഹിറ്റായ പടമല്ലേ, കമൽഹാസനെ വെച്ച് അൻപേ ശിവം മനോഹരമായ സിനിമയല്ലേ. ഇതൊക്കെ ചെയ്തിട്ടുള്ള സുന്ദർ സിയുടെ പിന്മാറ്റത്തെ പറ്റിയുള്ള യഥാർത്ഥ വിവരം ആരും പുറത്ത് പറയുന്നില്ല. കമൽഹാസനും പറയുന്നില്ല, രജനീകാന്ത് വാതുറക്കുന്നില്ല, സുന്ദർ സിയും പറയുന്നില്ല. രജനിയോടൊപ്പവും കമൽഹാസനോടൊപ്പവും നായികയായിട്ടുള്ള ഖുശ്ബു സുന്ദർ സിയുടെ ഭാര്യയാണല്ലോ. ഭർത്താവിൻ്റെ പിന്മാറ്റത്തിന് തെറി കേൾക്കുന്നതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഖുശ്ബുവാണ്. അവർ നല്ല മറുപടി പറയുന്നുണ്ട്. എന്താവാം പിന്മാറ്റ കാരണമെന്ന് അവരും പറയുന്നില്ല. തലൈവർ 173 ടൈറ്റിൽ ലോഞ്ചിങ്ങിനിടയിലൂടെ അവസാനിക്കുമോ എന്നും അറിയില്ല. ചിലപ്പോൾ ഈ പ്രോജക്റ്റ് അവിടെ വെച്ച് നിൽക്കാം. കാരണം കമലാണ് നിർമ്മാതാവ്. എത്ര പ്രോജക്റ്റുകൾ ഒരുപാട് കാശ് മുടക്കിയ ശേഷം കമൽ വേണ്ട എന്ന് വച്ചിരിക്കുന്നു. ഇനി ഇതിനും അങ്ങനെ ആവുമെന്ന് എനിക്കറിയാം. അടുത്ത കഥ, CPM വിരുദ്ധർ മാത്രം ചീഫ് മിനിസ്റ്റർ KR ഗൗതമി കണ്ടിരുന്നെങ്കിൽ ചാരങ്കാട്ട് അശോകൻ സിനിമാ നിർമ്മാണം നിർത്തേണ്ടി വരില്ലായിരുന്നു. പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ മൈതാമാവിൻ്റെ പൈസ കിട്ടിയില്ല. വേണ്ട, KR ഗൗരിയമ്മയ്ക്കായി തൊണ്ട പൊട്ടി വിളിച്ചവർ മാത്രം കണ്ടിരുന്നാലും ഗൗതമിയുടെ പോസ്റ്റർ കാശെങ്കിലും കിട്ടുമായിരുന്നു. നാരായണ ഗുരുസ്വാമിയെ ദൈവമായി കാണുന്ന ഈഴവ സമുദായക്കാർ മാത്രം R സുകുമാരൻ്റെ മനോഹരമായ യുഗപുരുഷൻ കണ്ടിരുന്നെങ്കിൽ മെഡിമിക്സ് സോപ്പ് വിറ്റുണ്ടാക്കിയ മുടക്ക് മുതലെങ്കിലും അതിൻ്റെ നിർമ്മാതാവിന് കിട്ടിയെന്നെ, അനൂപിനെ. KR ഗൗതമിയെപ്പോലെ തട്ടിക്കൂട്ട് പടവുമായിരുന്നില്ല യുഗപുരുഷൻ. R സുകുമാരൻ സാറ് നന്നായി കഷ്ടപ്പെട്ട് എടുത്ത ചിത്രമായിരുന്നു. തലൈവാസൽ വിജയ് ഗുരുസ്വാമിയായി അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച സിനിമയുമായിരുന്നു യുഗപുരുഷൻ. ആകപ്പാടെ യുഗപുരുഷൻ കൊണ്ടുണ്ടായ ഒരേ ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ R സുകുമാരൻ എന്ന ചിത്രകാരനായ സംവിധായകനെ ഷെഡിലാക്കാൻ സാധിച്ചു എന്ന് മാത്രം. ചരിത്രത്തിൽ ഇടം നേടിയവരെക്കുറിച്ച് സിനിമ എടുക്കാൻ ഇറങ്ങുമ്പോൾ ചുരുങ്ങിയത് വേണു നാഗവള്ളിയുടെ ലാൽ സലാം എന്ന സിനിമയുടെ തിരക്കഥ ഒരാവർത്തിയെങ്കിലും വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചരിത്ര സത്യമാണോ ലാൽ സലാം എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ നാടകീയ മുഹൂർത്തങ്ങൾ കൊണ്ട് ചരിത്രത്തെ വഴിമാറ്റി പറഞ്ഞാലും ആ സിനിമ ജനം കാണും. ഗൗരിയമ്മയെ പോലുള്ളവർ ചീത്ത പറഞ്ഞാലും അത് കാര്യമാക്കണ്ട. ചെറിയ കൽപ്പവാടിയെ ഒരുപാട് ചീത്ത വിളിച്ചു ഗൗരിയമ്മ. ആ ചെറുക്കന് വിവരമില്ല എന്നൊക്കെ പറഞ്ഞു. പറയാൻ വന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. നാട്ടിൽ പണ്ട് ഗൾഫിലേക്ക് ഒരുപാട് പേർ പലായനം ചെയ്ത കാലത്ത് STD ബൂത്തുകൾ വന്നു കേരളം മുഴുവൻ. ആദ്യം വന്ന ബൂത്തുകൾ ഒന്ന് വിളിക്കാൻ കിട്ടാൻ നമ്മൾ ക്യൂ നിൽക്കണം, അക്ഷമരായി നിൽക്കണം. ഞാൻ മദ്രാസിൽ നിന്ന് വീട്ടിലേക്ക് വിളിക്കാൻ രാത്രി പോയി 10 മണിക്ക് പോയി ക്യൂ നിൽക്കുമായിരുന്നു. ഒരാൾ വിളിച്ച് അവൻ ചിലപ്പോൾ 15 മിനിറ്റ് സംസാരിക്കും. നമുക്ക് പറയാൻ പറ്റുമോ? അത്രയും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോരുത്തർ വിളിച്ച് നമുക്ക് നമ്മുടെ ഊഴം എത്തുമ്പോൾ ചിലപ്പോൾ മണി 1 1:30 ആവും. ഈ
ബൂത്ത് ഇട്ടിരിക്കുന്നവന് ആയിരങ്ങൾ ദിവസവും കിട്ടുന്നു എന്ന ചിന്തയിൽ പെട്ടിക്കട പോലെ STD ബൂത്തുകൾ വന്നു. ഉദ്ഘാടനവും സമാപനവും ഏറെക്കുറെ ആ മാസത്തിൽ തന്നെ നടന്നു. ഇത് തന്നെയാണ് പിന്നെ ഫോട്ടോസ്റ്റാറ്റിൻ്റെ കാര്യം. അതിലും ഇത് തന്നെയാണ് നടന്നത്. എവിടെ നോക്കിയാലും ഫോട്ടോസ്റ്റാറ്റുകൾ മാത്രം. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന സ്ഥിതിയായി. അവിടെയും പൂട്ട് വീണു പെട്ടെന്ന്. ഇപ്പം ഫോട്ടോസ്റ്റാറ്റ് ഏതെങ്കിലും വില്ലേജ് ഓഫീസിൻ്റെ മുന്നിലൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളൂ. എന്തിനധികം ഒരു രാഷ്ട്രീയ സിനിമ വിജയിച്ചാൽ, ഒരു CBI സിനിമ ഓടിയാൽ, ഒരു ചളം കോമഡി പടം ലാഭമായാൽ ആ വഴിയെ പോവും സിനിമാക്കാർ. ഈ ഫോട്ടോസ്റ്റാറ്റ് കട പോലെ തന്നെ, അല്ലെങ്കിൽ STD ബൂത്ത് പോലെ തന്നെ. ഒരു പുതുമുഖ നടൻ വിജയിച്ചാലും, ഒരു പുതിയ തിരക്കഥാകൃത്ത് രക്ഷപ്പെട്ടാലും, ഒരു സംവിധായകൻ്റെ പടം ഓടിയാലും പിറകെ ഓടും സിനിമാക്കാർ. ചെങ്കണ്ണ് ദീനം മാതിരി പടർന്നു പിടിക്കും. അതാണ് ഒരു സ്വഭാവം. ഇപ്പോഴുള്ള അസുഖം പഴയ പടങ്ങളെ കുളിപ്പിച്ചെടുത്ത് 4K റെസൊല്യൂഷനിൽ അറ്റ്മോസിലുമൊക്കെ കാണിച്ച് കാശടിക്കുക എന്നുള്ളതാണ്. ആദ്യ റിലീസിൽ ഓടാത്ത ദേവദൂതൻ തുടങ്ങി സ്ഫടികം, ചോട്ടാ മുംബൈ, രാവണപ്രഭു ഒക്കെ ഓടി എന്ന് കൂടി ആവുമ്പോൾ ഈ അസുഖം കൂടും. ചുരുങ്ങിയത് 50 ലക്ഷം രൂപ ചിലവ് വരുന്ന പണിയാണ് ഈ 4Kയിലേക്കൊക്കെ മാറ്റുന്നത്. പബ്ലിസിറ്റിയൊക്കെ കൂട്ടിയാൽ അത് 1 കോടി വരെ എത്താം. 45 വർഷമായി ജയനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ആരാധിക്കുന്നവർ പോലും ഇതുപോലെ 4K റെസൊല്യൂഷനിൽ വന്ന ശരപഞ്ചരം കണ്ടില്ല. അതിനാൽ തന്നെ ഇതിൻ്റെ പിന്നാലെ റിലീസ് ചെയ്യാനായിട്ട് ജയൻ്റെ മീൻ എന്ന് പറഞ്ഞ സിനിമ ഈ നിർമ്മാതാവ് എടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം ശരപഞ്ചരം ഓടാത്തതുകൊണ്ട് ഒരു ചവിട്ടി എന്ന് പറയുന്നു. ഭരതൻ്റെ ക്ലാസിക് ചിത്രമായ അമരം പോലും ആദ്യ ദിവസം കടന്നു പോകാത്ത സെൻറ്ററുകൾ ഉണ്ടായിരുന്നു എന്നാണ് പുതിയ വാർത്ത. ഒരിക്കൽ ചക്ക വീണൊരു മൊയിൽ ചത്തു എന്ന് കരുതി എന്നും ചക്ക വീഴുമെന്നോ, കൃത്യം ചോട്ടിൽ മൊയിൽ വന്ന് നിൽക്കുമെന്ന് ചിന്തിക്കാതിരിക്കുന്നതാണ് ബുദ്ധിയുള്ളവർക്ക് നല്ലത്. ഇവിടെ പടയോട്ടവും മൈഡിയർ കുട്ടിച്ചാത്തനും തച്ചോളി അമ്പും പോലുള്ളവ പോലും പെട്ടിയിൽ ഉറങ്ങുമ്പോൾ ഷെയർ കൂടുതൽ കിട്ടും എന്ന ചിന്തയിൽ, നമ്മൾ അടൂർ സാർ പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും 35-ലാണല്ലോ എടുത്തോണ്ടിരുന്നത്. ഷെയർ കൂടുതൽ കിട്ടുമെന്ന് കണ്ടപ്പോൾ 4 പേര് വെച്ചെടുക്കുന്ന സിനിമയായാലും സിനിമാസ്കോപ്പ് മതി എന്നുള്ളൊരു ചിന്തയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഈ പറയുന്ന പഴയ പടങ്ങളെയൊക്കെ ചുരണ്ടിയെടുത്ത് കുളിപ്പിച്ച് 4Kയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് ഞാൻ പറയുന്നു. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ശത്രുവിനോടെ ഉണ്ടാക്കിയിട്ട് അവസാനിപ്പിക്കാം. എൻ്റെ നല്ല സുഹൃത്താണ് സലാം പാലപ്പെട്ടി. സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കുന്നതൊന്നും കലാകാരന്മാർ ചെയ്യരുത് എന്ന് വാശിയുള്ള ആളാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. ഒരു കലാകാരനും സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കരുത്. അതാരെങ്കിലും ഡയറക്ഷൻ തന്നിട്ടുമല്ല ചെയ്യേണ്ടത്, അവനവൻ സ്വയം ചെയ്യേണ്ടതാണ്. ഞാനൊരു കലാകാരനാണ്, കലാകാരിയാണ് ഞാൻ കാരണം ഒരിക്കലും അയ്യേ എന്ന് പറയിപ്പിക്കരുത് എന്ന ബോധം വേണം ഓരോരുത്തർക്കും എന്ന വല്ല ആവശ്യമില്ലാത്ത വാശിയുള്ള ആളാണ് ഞാൻ. കിടപ്പറ രംഗങ്ങൾ ഭംഗിയായി ചിത്രീകരിച്ച് 10 കാശുണ്ടാക്കിയാൽ പോട്ടെ എന്ന് വയ്ക്കാം, നമുക്കങ്ങ് വിടാം, വയറ്റി പഴപ്പല്ലേ എന്ന് പറഞ്ഞു. കുറച്ച് കാമഭ്രാന്തന്മാർ അത് കണ്ട് ശാന്തരാകട്ടെ എന്ന് വയ്ക്കാം. തുണിയും മണിയും ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് വേണ്ടാദിനങ്ങൾ കാണിക്കുന്ന ഒരു ശീമപത്നി പോലുള്ള പെണ്ണും ആ പെണ്ണും പിള്ള സംവിധാനവും നിർമ്മാതാവുമായി വെബ് കാമകേളി സിനിമ എടുക്കുന്നു. ആ വാർത്ത അറിഞ്ഞപ്പോഴും സർക്കാർ അതൊക്കെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു എൻ്റെ ചിന്ത. അറയ്ക്കുന്ന സെക്സ് എന്നൊക്കെ പറഞ്ഞാൽ സൗന്ദര്യബോധത്തോടെ കാണിക്കേണ്ടതല്ലേ. ഇത് ശീമപ്പന്നിയെ കെട്ടിത്തൂക്കിയിരിക്കുന്ന പോലെ, കൊന്നു കെട്ടിത്തൂക്കുമല്ലോ തൊലിയൊക്കെ ഉരിച്ചിട്ട്, അതുപോലെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ പെണ്ണുമ്പിള്ള എന്തൊക്കെയാണ് കാണിക്കുന്നത്. അവൾ നിർമ്മാതാവും സംവിധായകയും ആകുന്നു. അതിലെ എൻ്റെ സ്നേഹിതൻ, പ്രശസ്ത നാടകക്കാരൻ, സമൂഹത്തോട് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന അലൻസിയർ അഭിനയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അയ്യേ ഇയാൾക്ക് എന്തു പറ്റി എന്നായിരുന്നു എൻ്റെ ചിന്ത. ഭാര്യയും മക്കളും പ്രതികരിച്ചില്ലെങ്കിലും സ്വയം ചിന്തിക്കണ്ടേ. ഞാനൊരു കൂതറ വെബ് സീരിയലിൽ നടിച്ചാൽ നാട്ടുകാർ എന്നെ പുച്ഛിക്കുമെന്നുള്ളൊരു ബോധമെങ്കിലും അലൻസിയറിന് വേണമായിരുന്നു. അതൊക്കെ വെള്ളമടിച്ച് ബോധമില്ലാതെ നടന്നാൽ ബാലൻസ് ആയിക്കൊള്ളുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്കൊന്നും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഗുരുനാഥൻ കാണിച്ച പണി ഞാൻ പലപ്പോഴും ഇതിൽ പറഞ്ഞല്ലോ.
നാഷണൽ അവാർഡൊക്കെ വാങ്ങിയ ആളാണ് ഞാൻ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനം വാച്ച് ചെയ്യും. എനിക്ക് 2 പെൺമക്കളാണ്. അവർക്ക് തലകുനിക്കേണ്ട ഒരു കാര്യവും ഞാൻ ചെയ്യാൻ പാടില്ല. എനിക്ക് വയസ്സാവുകയാണ്. ഒന്നുമില്ലേലും MD അറിഞ്ഞാൽ മോശമാണ്. ഇതൊന്നും നോക്കാതെ എല്ലാവരും ഇപ്പോൾ ഒരു ഫാഷനായി കൊണ്ടു നടക്കുന്ന പോലെ ഇപ്പോൾ എല്ലാ സംവിധായകന്മാർക്കും ഒരു പെണ്ണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടില്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുക. എല്ലാവരും കൊണ്ട് നടക്കുക 1 2 പെൺപിള്ളേരെ. അങ്ങനെ ഞാനും ഒരു പെണ്ണിനെ സംവിധാന സഹായിയാക്കിയാൽ എന്ത് എന്ന് അദ്ദേഹം ആലോചിച്ചു. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഗ്രേഡ് കുറയുമോ എന്ന് ചിന്തിച്ച് ഒരു ഐറ്റംസിനെ അങ്ങ് വച്ചു അസിസ്റ്റൻ്റായിട്ട്. അവൾ ഗുരുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചങ്ങ് ഇറങ്ങി. നേരെ പോയി വെബ് സീരിയൽ എടുക്കാൻ. തിരക്കഥ, സംഭാഷണം, നിർമ്മാണം എല്ലാം ഒറ്റയ്ക്കാണ്. കഥ എന്താണെന്നോ, 1 ലക്ഷം കൊടുത്താൽ തുണിയും മണിയും ഇല്ലാതെ കഴുകഴാന്ന് കിടന്ന് അഭിനയിക്കാൻ തയ്യാറുള്ള കൂതറകളെ വെച്ച് ബ്ലൂ ഫിലിം എടുപ്പാണ് ജോലി. അതാണ് നാഷണൽ അവാർഡ് കിട്ടിയ സംവിധായകൻ്റെ ശിക്ഷ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ ഇവളുടെ ഒരു ചാനൽ പൂട്ടിയാൽ ഒരു 10 എണ്ണം വേറെ പേരിൽ കക്ഷി തുടങ്ങും. ഒപ്പം കാണുന്ന അഭിമുഖങ്ങളിലൊക്കെ അഭിമാനത്തോടെ പറയും, ഞാൻ നാഷണൽ അവാർഡ് കിട്ടിയ മറ്റേ ആളില്ലേ അദ്ദേഹത്തിൻ്റെ ശിക്ഷയാണ് എന്ന് പറയുകയും ചെയ്യും. പോരെ. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് എൻ്റെ അടുത്ത പരിചയക്കാരനല്ല, നല്ല സുഹൃത്തായിരുന്നു. ഒരു അനിയനെ പോലെ എനിക്ക് ഇഷ്ടവുമായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലിനും വെച്ച് ഓരോ പടങ്ങൾ സംവിധാനിച്ച സലാം പാലപ്പെട്ടി എന്ന ഫെഫ്ക നേതാവ് ഒരു സമ്മാനദാനം നിർവഹിക്കുന്ന ഫോട്ടോ കണ്ടപ്പോഴാണ്, ഞാൻ കാണിക്കാം, നിങ്ങൾ ഈ ഫോട്ടോ നോക്കി. അവാർഡ് വാങ്ങുന്നത് അലൻസീറുടെ സംവിധായകയെ കടത്തിവിട്ടുന്ന കലാകാരിയാണ്. നാണം പോട്ടെ, ഉളുപ്പ് അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇളിച്ചോണ്ട് നിന്ന് സമ്മാനദാനം എന്നല്ല പറയേണ്ടത് ഞാൻ, പക്ഷേ അങ്ങനെ പറയുന്നുള്ളൂ. സമ്മാനദാനം എന്നല്ല പറയേണ്ടത്. എനിക്ക് നാണം തോന്നി സലീമേ. ഒന്നുമില്ലെങ്കിലും 10-15 ദിവസം എന്നോടൊപ്പം മാതൃഭൂമി കലോത്സവത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ സലാം. ലാൽ ജോസിൻ്റെ സംവിധാന സഹായിയുമായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയത് ഇമ്പിച്ചി ബാവ സഖാവിൻ്റെ നാട്ടുകാരനല്ലേ. അവാർഡ് കൊടുത്തവനും അവാർഡ് വാങ്ങിയവളും എൻ്റെ പാർട്ടിക്കാരാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം. എങ്ങനെയുണ്ട്? എനിക്ക് തൊലി പൊള്ളി പോയി ഇത് കണ്ടപ്പോൾ. സലാം ഇളിച്ചോണ്ട് നിന്ന് തുണിയും മണിയും ഇല്ലാതെ അത് കാണുന്നവർ 400 രൂപ 600 രൂപ 800 രൂപ എന്തോ അടച്ചാൽ ഇവളുടെ നഗ്നമേനി കാണാനൊരു പൈസ അടച്ചാൽ മതി. അങ്ങനെ ഉണ്ടാക്കി ഇഷ്ടംപോലെ കാറും ഇഷ്ടംപോലെ കാശും ഇതുപോലുള്ള അവാർഡുകളൊക്കെ വാങ്ങുന്നിടത്ത് സലാം പാലപ്പെട്ടിയെ പോലുള്ളവർ പോയി ഇളിച്ചുകൊണ്ട് നിൽക്കരുത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഫെഫ്കയുടെ ഔദ്യോഗിക ഭാരവാഹിയാണ്. നാണമാവുന്നു സലാമേ. നിങ്ങൾക്കും കുട്ടികളൊക്കെ വളർന്നു വരെയല്ലേ. വലുതായി വരുമ്പോൾ വാപ്പ അവാർഡ് കൊടുക്കുന്ന സാധനത്തിനെ കാണുമ്പോൾ അയ്യേ ഇത് തുണിമണി ഇല്ലാത്തവളല്ലേ എന്ന് തോന്നില്ലേ സലാമേ? അത് നിങ്ങൾക്ക് കുറച്ചില്ലല്ലേ? ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇതിൽ കൂടുതൽ പറഞ്ഞാലും സലാം വിളിച്ചോണ്ടിരിക്കും. മോശമായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ നിർത്താം. എല്ലാവർക്കും നല്ലൊരു ഞായർ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.